പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാനിലേക്ക് വീണ്ടും അമേരിക്കൻ ആക്രമണം. ഗൾഫ് മേഖലയിലെ വ്യോമപാതകൾ ഒഴിവാക്കാൻ നിർദ്ദേശം. ബഹ്റൈനിലും കുവൈത്തിലും ഇറാൻ ആക്രമണം തുടരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇതുവരെ 13 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായാണ് വിവരം. 148 ഇന്ത്യക്കാരുള്ള 7 ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഹോർമുസിൽ ചരക്ക് കപ്പലുകൾക്ക് 20% സുരക്ഷാ ഫീസ് ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചു. ഹോർമോസ്ഗനിലും സിരിക്കിലും ബന്ദർ അബ്ബാസിലും സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. ഗൾഫ് മേഖലയിലേക്കും ഇറാൻ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. കുവൈത്തിലും ബഹ്റിനിലും ഡ്രോൺ ആക്രമണം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടക ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ അറിയിച്ചു. മിസൈലുകളും ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി വെടിവെച്ചിട്ടതായി സൈന്യം അറിയിച്ചു. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കുവൈത്തിന്റെ അതിർത്തി പോസ്റ്റുകൾക്ക് നേരെയും സമുദ്രത്തിലെ എണ്ണ ഖനന പ്ലാറ്റ്ഫോമിന് നേരെയും ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു. ബഹ്റിനിലും മിസൈൽ ആക്രമണ മുന്നറിയിപ്പുണ്ട്. ജോർദാനിലും അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഇറാൻ ആക്രമിച്ച UAEയുടെ കപ്പൽ മൊബാസയിൽ നിന്ന് 21 പേരെ ഒമാൻ രക്ഷപ്പെടുത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമപാതകളിൽ കടുത്ത സുരക്ഷാ ഭീഷണിയാണ്. കുവൈത്ത്, UAE, ഖത്തർ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയും ഒമാൻ ഉൾക്കടലിന് മുകളിലുള്ള വ്യോമപാതയും പൂർണ്ണമായും ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് ഏജൻസി നിർദ്ദേശം നൽകി. ഈ മേഖലകളിൽ സർവീസ് നടത്തുന്നത് കടുത്ത സുരക്ഷാ വെല്ലുവിളിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരുമാനം. രാജ്യാന്തര വിമാന സർവീസുകളുടെ റൂട്ടുകൾ പുനഃക്രമീകരിക്കാൻ വ്യോമയാന മന്ത്രാലയങ്ങൾ തീരുമാനിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.